മോർണിംഗ് ടാസ്കിൽ ഓരോ മത്സരാർത്ഥിക്കും തങ്ങൾക്കുണ്ടായ മറക്കാനാവാത്ത സംഭവങ്ങളോ അല്ലെങ്കിൽ ആളുകളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തു. അപ്പോൾ ജിൻറ്റോ അവിടെ എണീറ്റ് നിന്ന് പറഞ്ഞത് തനിക്ക് എന്നും താങ്ങായിരുന്നു അവൾ. അപ്പോൾ വിഷമഘട്ടത്തിൽ അവളാണ് എന്നെ സഹായിച്ചത്. അപ്പോൾ അവളുടെ ശ്വാസം എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്, എൻ്റെ കൂടെ തന്നെയുണ്ട്, അവൾ എന്നും എൻ്റെ പ്രിയപ്പെട്ടവളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജിൻറ്റോ അവിടെ വികാരഭരിതനായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ശരിക്കും ജിൻറ്റോ അവിടെ മനസ്സിൽ തട്ടി തന്നെയാണ് പറഞ്ഞത്. അത് എന്താണെന്ന് വെച്ചാൽ ജിൻറ്റോ ഈ ഷോ തുടങ്ങിയപ്പോൾ കയറി വന്നപ്പോൾ ഒരു മണ്ടനായിട്ടൊക്കെ പലരും ചിത്രീകരിച്ചപ്പോൾ ജാൻമണിയാണ് ജിൻറ്റോയെ ചേർത്ത് പിടിച്ചത് എന്ന് ജിൻറ്റോ വളരെ വ്യക്തമായി പറയുന്നു. അവൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ പിന്നെ തിരിച്ച് കയറിയത് എന്ന് ജിൻറ്റോ പറയുന്നുണ്ട്. അപ്പം ജാൻമണി പുറത്ത് പോയപ്പോൾ എവിക്റ്റായപ്പോൾ ജിൻറ്റോ വളരെയധികം കരയുന്നതൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഇതാണ്, അവർ തമ്മിൽ നല്ല ഒരു ഇമോഷണൽ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ മത്സരാർത്ഥികൾ കളിക്കാരൊക്കെ ചോദിച്ചു ഇതൊക്കെ ശരിക്കും സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ ജിൻറ്റോ അവിടെ അവരുടെ റൂമിൽ പോയിട്ട് പോക്കറ്റിൽ നിന്ന് ജാൻമണി വലിച്ച സിഗരറ്റിൻ്റെ ബാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു, ഇതാ അവളുടെ ഓർമ്മയ്ക്കായിട്ട് ഞാനിതെന്നും സൂക്ഷിക്കും, തൻ്റെ വിഷമഘട്ടത്തിൽ സഹായിച്ച ജാൻമണി എന്നും പ്രിയപ്പെട്ടവളായിരിക്കും. അപ്പോൾ ജിൻറ്റോ ഒരു വേർതിരിവൊന്നും കാണിക്കാത്ത ഒരു നന്മയുള്ള മനുഷ്യനാണെന്ന്, ഒരു വ്യക്തിത്വമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായി പറയാൻ സാധിക്കും.